നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സാറാകെ കൺഫ്യൂഷനിലാണെന്ന് തോന്നുന്നു. എക്സാക്ട്ലി. ബട്ട് വിശാലിനെ രക്ഷിക്കാനുള്ള ഉദ്ദേശത്തിലാണ് അവൾ കുറ്റമേൽക്കുന്നതെങ്കിൽ സത്യമല്ലേ പറയൂ? വൈറ്റ് പൗഡർ ആണ് ഉപയോഗിച്ചതെന്ന് തന്നെ പറയും. നിറം മാറ്റി പറയേണ്ട കാര്യം എന്താ? ദാറ്റ് മീൻസ് അവൾ അങ്ങനെ ഒരു സ്പ്രേ കണ്ടിട്ടേയില്ല. അബ്സല്യൂട്ട്ലി റൈറ്റ് സാർ. ഞാൻ പറഞ്ഞില്ലേ, ഷീ ഈസ് ഇന്നസെന്റ്. പാർവതി ഒരു തെറ്റും ചെയ്തിട്ടില്ല. സാറിന് ആരൊക്കെയോ ചേർന്ന് തെറ്റിദ്ധരിപ്പിച്ചതാവാനാണ് സാധ്യത. ഇനി പാർവതിയാണ് വിശാലിനെ കൊല്ലാൻ ശ്രമിച്ചതെങ്കിൽ വിശാൽ എന്തിന് പാർവതി രക്ഷിക്കാൻ വരണം? ഈ അറസ്റ്റിന് മുൻപ് വിശാലിന്റെ മൊഴി കൂടി സാർ എടുക്കണമായിരുന്നു. There you are. That's my mistake. നമ്മുടെ നിയമത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ കാണിക്കുന്ന അതേ ജാഗ്രത നിരപരാധികൾ ശിക്ഷിക്കപ്പെടാതിരിക്കാനും കാണിക്കണമെന്ന്. അതെ സാർ, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. യെസ്, ഇവിടെ എനിക്കാണ് തെറ്റ് സംഭവിച്ചിരിക്കുന്നത്. അത് സമ്മതിക്കാൻ എനിക്കൊരു മടിയുമില്ല. ഞാൻ കാരണം കേരള പോലീസിന് ഒരു ചീത്ത പേരുണ്ടാവാൻ പാടില്ല. ഇതിന്റെ സത്യം പുറത്തു കൊണ്ടുവരണം. അതിന് ഈ കേസിന്റെ അന്വേഷണ ചുമതല ഞാൻ മിസ്റ്റർ അരവിന്ദനെ ഏൽപ്പിക്കുന്നു. അൺഒഫീഷ്യലായി നിങ്ങൾ നടത്തിയ അന്വേഷണം ഇന്നു മുതൽ ഒഫീഷ്യലായി തന്നെ നടക്കട്ടെ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. പിന്നെ ഈ കേസിൽ നിന്നും ഞാൻ അരവിന്ദനെ ഒഴിവാക്കിയെന്നാണ് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അത് തന്റെ അന്വേഷണത്തിന് ഗുണകരമാവാനാണ് സാധ്യത. ഓൾ ദി ബെസ്റ്റ് സർ. ഹലോ സർ. ശരി സർ. മിസ്റ്റർ വിശാൽ, പാർവതിയെ വിളിച്ച് സാറിന്റെ ക്യാബിനിലേക്ക് ചെന്നോളൂ. സെൽ ഓപ്പൺ ചെയ്യൂ. വരൂ. മിസ്റ്റർ വിശാൽ, അറിവും ബോധവുമുള്ള ഒരാളിന്റെ മുമ്പാകെ സ്വമേധയാ നടത്തുന്ന കുറ്റസമ്മതമാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം. പക്ഷേ ഇവിടെ നിങ്ങൾ രണ്ടുപേരും നടത്തിയ കുറ്റസമ്മതം ഞാൻ വിശ്വസിക്കുന്നില്ല. അന്വേഷണം തുടരും. തൽക്കാലം നിങ്ങൾ പോയിക്കോളൂ. ഞാൻ ആവശ്യപ്പെടുമ്പോ വന്നാ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.